നമസ്കാരം. മലയാളി വാർത്ത ഹിഡൻ എന്ന ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന വിഷയം നമ്മുടെ കേരളം ഒരു സെക്സ്പൂൾ ആയിക്കൊണ്ടിരിക്കുന്നതിനെ പറ്റിയാണ്. അപ്പോൾ ലൈംഗികത ഇവിടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എന്താണ് സ്ഥിതി എന്നുള്ളതാണ്. അമേരിക്കയിലെ ഇപ്പോൾ കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് എപ്സ്റ്റീൻ ഫയൽസ്. അപ്പം അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നതായിരിക്കും. ആദ്യം നമ്മൾ കേരളത്തിലെ മാങ്കൂട്ടത്തിൻ്റെ വിഷയം എടുക്കാം. മാങ്കൂട്ടത്തിന് ഇനി വിശേഷിപ്പിക്കാൻ ഇല്ലാത്ത വാക്കുകളൊന്നുമില്ല. സ്ത്രീ വേട്ടക്കാരൻ, പെൺവേട്ടക്കാരൻ, ലൈംഗിക അധപ്പതനം പിടിച്ചവൻ, ലൈംഗിക മനോരോഗി, ഇതെല്ലാം വിളിക്കുന്ന ഘട്ടത്തൊന്നും കേരളത്തിൽ ഇന്ന് വരെ ലൈംഗികമായി മറ്റുള്ള പെൺപിള്ളേരുമായിട്ട് പ്രേമമാവുകയും അവരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്ത ഏക വ്യക്തി മാങ്കൂട്ടത്തിലാണ്. അത് എല്ലാവരും ഒന്നിച്ച് ആക്രമിച്ചത് കണ്ട ചെന്നായ്ക്കള് സിംഹമൊക്കെ വന്യമൃഗങ്ങളെ ആക്രമിക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ? എല്ലാം കൂടെ ഒന്നിച്ച് എന്ന് പറഞ്ഞ പോലെ സാധാരണ മാതാപിതാക്കള് സ്വന്തം മക്കളെക്കെതിരെ ആരോപണം ഉയർത്തി അവരെ കുടുക്കിലാക്കാൻ നോക്കുന്ന കുടുംബത്തെപ്പറ്റി നിങ്ങൾക്ക് എന്താ അഭിപ്രായം എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ്സിലുള്ളവർ തന്നെ എങ്ങനെ കൊടുക്കാവും. അത് ഉമ്മൻചാണ്ടിയെ കുടുക്കിയതും കോൺഗ്രസ്സുകാരാണ്. കോൺഗ്രസ്സിലെ രമേശ് ചെന്നിത്തലയും കൂട്ടരുമൊക്കെയാണ് ഗണേഷ് കുമാറുമായിട്ട് ചേർന്ന് സരിതയിറക്കി കളിച്ചത്. എന്നിട്ട് പാഠം പഠിക്കാത്തവരാണ് ഇപ്പോഴും കോൺഗ്രസ്സിലുള്ളത്. അതായത് പട്ടിയുടെയും പശുവിൻ്റെയും പുല്ലുതീറ്റയുടെ കാര്യം പറഞ്ഞു. നമ്മുടെ ലൈംഗികമായിട്ട് മറ്റുള്ള പെണ്ണുങ്ങളെ പ്രേമം മൂലമോ പൈസ കൊടുത്തോ നല്ല കല്യാണ വാഗ്ദാനം ചെയ്തോ ഏതെങ്കിലും രീതിയിൽ ഇടപെടുന്നയാള് ലൈംഗിക രോഗി, ലൈംഗിക മനോരോഗി, ലൈംഗികമായിട്ട് അധപ്പതിച്ചു എന്ന് പറഞ്ഞാൽ അതിന് ലോകത്തിലെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആള് ഒന്ന് നമ്മുടെ സണ്ണി ലിയോണ്, രണ്ടാമത് നമ്മുടെ മോഹൻലാൽ ഏതാണ്ട് 4000 സ്ത്രീകളുമായിട്ട് ലൈംഗികമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് ലോക റെക്കോർഡ് ഉണ്ടെന്ന് സ്വയം അഭിമാനിക്കുകയും അത് ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുന്നയാളാണ്. പക്ഷെ മോഹൻലാൽ ഒരു ലൈംഗിക മനോരോഗിയാണെന്ന് പറയാൻ ആമ്പയറുള്ള ഏതെങ്കിലും അണ്ടിയുറപ്പുള്ള ആണുങ്ങൾ കേരളത്തിലുണ്ട്? ഇല്ല. ഫാൽക്കെ അവാർഡും മറ്റുള്ളതൊക്കെ കൊടുത്ത് സ്വീകരിക്കുക. അതേ സ്ഥാനത്ത് മാങ്കൂട്ടത്തിന് പാലക്കാട് കയറ്റരുത്, കേരളത്തിൽ നിർത്തരുത്, കോൺഗ്രസിൽ നിർത്തരുത്, എന്തെല്ലാം ആരോപണങ്ങൾ. മാങ്കൂട്ടം എന്താ വേണം? മാങ്കൂട്ടം ചെയ്യാത്ത ഒരു ഒറ്റ പുരുഷന്മാരിലോ ഒരു 5 വയസ്സിൻ്റെ ഒരു 50 വയസ്സിൻ്റെ ഇടയ്ക്കുള്ള ഏത് സ്ത്രീ പുരുഷന്മാരായാലും അവരുടെ ഈ പ്രായത്തിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ലൈംഗികമായ അതിക്രമം നേരിട്ടിട്ടുള്ളവരായിരിക്കും, യാതൊരു സംശയവുമില്ല. ആ ചെറുപ്പത്തിലാണ് ഇത് മുഴുവൻ കുടുംബക്കാരിൽ നിന്നായിരിക്കും. അതായത് കസിന്മാർ, അമ്മാവന്മാർ, സുഹൃത്തുക്കൾ, അപ്പൻ്റെ അമ്മയുടെയൊക്കെ സുഹൃത്തുക്കളുണ്ടല്ലോ. നമ്മുടെ സുഹൃത്തുക്കൾ പീഡിപ്പിച്ചതിന് ഞാൻ അവസാനത്ത് വരുന്നുണ്ട്. ഇങ്ങനെ പീഡിപ്പിക്കപ്പെടാത്തവരാരും ഇല്ല. ഇനി പെൺവേട്ടകൾ നടത്തുന്നതാണ് ആരാ നടത്താത്ത? നമ്മുടെ MA ബേബി മകനും, കോടിയേരി ബാലകൃഷ്ണൻ മകന്, പി.കെ. ശശി, പി. ജയരാജൻ, അങ്ങനെ എല്ലാവരും ഉണ്ട് ഇതില്. ഇവരെല്ലാം ലൈംഗികമായിട്ട് പീഡിപ്പിച്ചു. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പീഡിപ്പിക്കപ്പെട്ടാൽ, അത് പരാതിപ്പെട്ടാൽ തന്നെ അത് പാർട്ടിയിൽ ഒതുക്കി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം കൊടുക്കാൻ ആള് കാണത്തില്ല. നവീൻ ബാബുവിനെ കണ്ടില്ലേ? അപ്പം മാനം മര്യാദ കൊലപാതകത്തിലൊന്നും താല്പര്യമില്ലാത്തതാണ് രാഹുൽ മാങ്കൂട്ടം. അതുകൊണ്ടാണ് ആ പെണ്ണ് ജീവിച്ചിരുന്നത് ഇത്രയും കാലം, 3 മാസം. അല്ലാതെ വേറെ വടക്കേണ്ടിയിലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ അകത്ത് ഇങ്ങനെ ഒരു ആരോപണം വന്നിരുന്ന അയാൾ ഇന്ന് കാണത്തില്ല പരാതി കൊടുക്കാൻ. ഇവരെല്ലാം പീഡിപ്പിച്ച് ഒരു കുടുംബത്തിലെ 5 പേരെയും അവർ ഒന്നിച്ച് തട്ടിക്കളഞ്ഞു. അനഘയുടെയും കുടുംബത്തിൻ്റെ, നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ്റെയും PK ശ്രീമതിയുടെയും ഒക്കെ മക്കളായിരുന്നു അതിനകത്തുണ്ടായിരുന്നു, MA ബേബിയുടെയും പിന്നെ കുറെ ഉദ്യോഗസ്ഥർ. എന്നിട്ട് എന്തായി അന്വേഷണം? പരാതി ഉള്ളവരെ ഇല്ലെങ്കിൽ പിന്നെ പരാതിയേ ഇല്ല, അന്വേഷണവും വേണ്ട, തെളിവില്ല. തെളിവ് ഒന്നാം സാക്ഷി അതിജീവിതയാണ്. അപ്പം ഇതാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാരമ്പര്യം. അപ്പം ഇങ്ങനെ പാരമ്പര്യമുള്ളവരാണ് പറയുന്നത് മാങ്കൂട്ടത്തിൽ നിന്ന് പാലക്കാട് കയറ്റാൻ കൊള്ളുമോ, കുടുംബത്ത് കയറ്റാൻ കൊള്ളുമോ, പെണ്ണുങ്ങളുള്ളിടത്ത് കയറ്റാൻ കൊള്ളുമോ? ഈ പെണ്ണുങ്ങളുള്ളിടത്ത് കയറ്റാൻ കൊള്ളുന്ന ഏത് പുരുഷന്മാരുണ്ട് ലോകത്ത്? എൻ്റെ പ്രായത്തിൽ ഞാൻ ഇന്ന് വരെ ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ട്? അതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല ആൾക്കാരെ. ഈ ആൾക്കാരെ
ഇപ്പം അന്ധമായി വിശ്വസിക്കുന്നവർ അവരെന്ത് ചെയ്താലും അത് വിശ്വസിക്കാൻ അവർക്ക് പറ്റത്തില്ല. ഇപ്പൊ ബിഷപ്പ് ഫ്രാങ്കോ പീഡനം ചെയ്തെന്ന് പറഞ്ഞാൽ അത് വലിയ വിശ്വാസികൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഈ പെണ്ണുങ്ങൾ ചെറുപ്പം തൊട്ടേ കുട്ടികളെയും പെണ്ണുങ്ങളെയും പുരുഷന്മാരെയും പീഡിപ്പിക്കാത്ത അച്ഛന്മാരില്ല. ഏത് സഭയെ നോക്കിയാലും ഏതെങ്കിലും ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടിക്കാരില്ല, സിനിമാക്കാരില്ല. അങ്ങനെ അധ്യാപകര് ധാരാളം കുട്ടികളെ പീഡിപ്പിക്കാറുണ്ട്. കച്ചവട സ്ഥാപനങ്ങളിൽ, സ്പോർട്സ് കേന്ദ്രങ്ങളിൽ, ഡൽഹിയിൽ കണ്ടില്ലേ ഒരു ഗുസ്തി താരങ്ങൾ 10-15 പേരാ പരാതിപ്പെട്ടെ, ഗുസ്തി ഫെഡറേഷന്റെ അധ്യക്ഷൻ പീഡിപ്പിച്ചെന്നും. എന്നിട്ട് എന്തുണ്ടായി? ഒരു ചുക്കും നടന്നില്ല. കാരണം പീഡിപ്പിച്ചയാള് നമ്മുടെ ഇവിടുത്തെ കണക്ക് CPM പോലെ അവിടെ ഭരിക്കുന്ന പാർട്ടിയുടെ ആളാണ്. അപ്പൊ പീഡനം എല്ലായിടത്തും സമ്മതത്തോടെയോ സമ്മതം ഇല്ലായ്മയോ ഉണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത സമ്മതത്തോടെ ഉള്ളത്. ഈ സമൂഹത്തോടെ കല്യാണം കഴിച്ച പെണ്ണ് ഞാൻ 4 ദിവസം ഉണ്ടായിരുന്നു പറയുന്നത് കേട്ട് അതിനെ ന്യായീകരിക്കുന്നവന്മാർ വെറും മണ്ടന്മാരാ. വിവാഹം കഴിച്ച പെണ്ണാണെങ്കിൽ വിവാഹ മോചനം നേടുന്നോടം വരെ അവളൊരു ഭർത്തൃമതിയാണ്. ഈ ഭർത്താവുമായിട്ട് ഒന്നിച്ച് താമസിക്കാത്തത് പല കാരണങ്ങളാണ്. ചിലയിടത്ത് സ്ത്രീധനം കിട്ടാത്ത പെണ്ണുങ്ങളെ ഭാര്യകൾ ഒത്തോണ്ട് പറഞ്ഞ് ഭാര്യ വീട്ടിലോട്ട് വിടാറില്ലേ? വേറെ താമസിക്കും, എന്നെ ഇനി അയാൾ സ്വീകരിക്കണമെങ്കിൽ സ്ത്രീധനം തരണം എന്ന് പറഞ്ഞ് അവളോടെ കൂടും. എന്നിട്ട് ഇവർ രഹസ്യമായിട്ട് ബന്ധപ്പെടുകയും ചെയ്യും. അതേപോലെ തെറ്റിപ്പിരിഞ്ഞിരിക്കുന്ന എത്രയോ ഭാര്യ ഭർത്താക്കന്മാരോ ഇടയ്ക്ക് ബന്ധപ്പെടുന്നുണ്ട്. അങ്ങനെ ബന്ധപ്പെടാമല്ലോ. അതുകൊണ്ട് ഭാര്യ ഭർത്തൃബന്ധം വിച്ഛേദിക്കാത്ത കാലത്തോളം ഈ 4 ദിവസവും 40 ദിവസവും 400 ദിവസത്തിനും പുറകെ പിടിച്ചു പോകുന്നമാര് മോശന്മാര്. അപ്പൊ ഈ പെണ്ണ് ഭർത്താവിനെ ചതിച്ചു. ഗർഭം ആരുടെയാണെന്നും അറിയത്തില്ല. ഗർഭം അലസിപ്പിച്ചെന്ന് പറയുന്ന ഗുളിക അതിനുള്ള ഗുളികയാണോ എന്നുള്ളതിന് തെളിവില്ല. അതിന്റെ ഇന്ന ഗുളിക അവർ തന്നെന്നും പറഞ്ഞ് ആ കൊടുത്തപ്പോൾ അവിടെ ഫോട്ടോ ഒന്നും എടുത്ത് വെച്ചിട്ടില്ല. ഇനി ആ ഗുളിക അവിടെ കഴിച്ചോ അതും അറിയത്തില്ല. ഇനി വേറെ ആരെങ്കിലും കൊടുത്താണോ കഴിച്ചേ, അത് ഗർഭം ഉണ്ടായിരുന്നോ അതും അറിയത്തില്ല. ഇതെല്ലാം അൺസർട്ടനിറ്റി. ഇതൊന്നും ഒരു ന്യായം നോക്കുന്ന സ്ഥലങ്ങളിൽ നിലനിൽക്കത്തില്ല. അത് കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, എവിടെയും. പിന്നെ കേരളത്തിൽ ഇപ്പം മാങ്കൂട്ടത്തിനെതിരെ താഴ്ന്ന കോടതിയിൽ നിന്നും ഹൈക്കോടതിയിൽ നിന്നൊക്കെ വിധി വരും. എന്ന് വെച്ചാൽ പിണറായി വിജയനെതിരെ താല്പര്യത്തിനെതിരെ വിധിക്കാൻ ധൈര്യമുള്ള ഒറ്റ ജഡ്ജി കേരളത്തിലില്ല. അതുകൊണ്ടാണ് നമ്മുടെ മറുനാട് ഷാജിന് ഒരു വകുപ്പും ഇല്ലാതെ വെറും ഫാബ്രിക്കേറ്റഡ് കംപ്ലൈന്റ് പുറത്ത് ശ്രീനിജിനൊരു കംപ്ലൈന്റ് ചെയ്ത് ഷെഡ്യൂൾ കാസ്റ്റ് എന്നും വിളിച്ച് അപമാനിച്ചെന്നും പറഞ്ഞു. എവിടെ വിളിച്ചേ? അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. പക്ഷെ അതിൻ്റെ പേരിൽ പുള്ളി മുൻകൂർ ജാമ്യത്തിന് പോയി. മജിസ്ട്രേറ്റ് കോടതി കിട്ടിയില്ല, സെഷൻ കോടതി കിട്ടിയില്ല, ഹൈക്കോടതി പോയി, അവിടെയും കിട്ടിയില്ല. കാരണം എന്താ? അവർക്കൊക്കെ പിണറായിയുടെ താല്പര്യത്തിനാണ് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാം. അപ്പൊ പിണറായിയുടെ താല്പര്യത്തിനെതിരെ വിധിക്കാനുള്ള ആംപയറില്ലേ. പിന്നെ വിജയബാബുവിന്റെ കേസ് എന്തായി? അത് അയാൾ ജഡ്ജിക്ക് 50 ലക്ഷം കൊടുത്തെന്നാണ് ഹൈക്കോടതിയിൽ രജിസ്ട്രാർ തന്നെ കണ്ടുപിടിച്ച് അവിടെ ജഡ്ജിമാരെ പണം വാങ്ങുന്നുണ്ടെന്നുള്ളത്. പിന്നെ അതിജീവിതയ്ക്കും പണം കൊടുത്ത് ഒതുക്കി. കമൽ എന്ന് പറയുന്ന സംവിധാനം ഒരു പെണ്ണ് പീഡിപ്പിച്ചെന്ന് പറഞ്ഞ പെണ്ണ് പരാതി കൊടുത്തു. എന്തായി? ആരെങ്കിലും കേട്ടോ അതിനെപ്പറ്റി? അതും പണം കൊടുത്ത് ഒതുക്കി. ഇവിടെ മാങ്കൂട്ടത്തിൽ പണം കൊടുത്ത് ഒതുക്കാമെന്ന് വെച്ചാൽ തന്നെ അതിലും കൂടുതൽ പണം കൊടുക്കാൻ അവർക്ക് വേറെ ആൾക്കാരുണ്ട് ഇവിടെ കൊണ്ട് കംപ്ലൈൻറ്റ് ചെയ്യിപ്പിക്കാൻ. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഫിലോസഫി ഫോളോ ചെയ്യാൻ മാങ്കൂട്ടത്തിന് അറിയത്തുമില്ല. അതായത് പരാതി ഇല്ലാതാക്കുക. പിന്നെ നമ്മുടെ പത്തനംതിട്ട കഴിഞ്ഞ വർഷം ഒരു ആദിവാസി പെൺകുട്ടി 16 വയസ്സുള്ള, അത് സ്പോർട്സിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് സ്പോർട്സ് ക്യാമ്പിൽ ചെന്നോടത്തു നിന്നൊക്കെ അതിന് പീഡനം കിട്ടി. ആദ്യം എന്താ ചെയ്ത്? അപ്പൻ്റെ കൂട്ടുകാരൻ പീഡിപ്പിച്ചു. അപ്പൻ മദ്യപാനിയായിരുന്നു. മദ്യപാനികളുള്ളിടത്ത് പലരും അടുത്തുകൂടി മദ്യപിക്കുന്ന ഇതിനാണ്. ഒന്നേ മക്കളെ ഇല്ലേ, ആദ്യം ഭാര്യയായിട്ട് ഇടപെടും. ഭാര്യ ഇടപെട്ട് കഴിഞ്ഞാൽ അത് ബ്ലാക്ക് മെയിൽ ചെയ്ത് മകളുമായിട്ട് വേണം. ഇതൊക്കെ 1 അല്ല 1000 അല്ല ലക്ഷക്കണക്കിന് നടന്നിട്ടുണ്ട്. എന്നിട്ട് അയാൾ വേറെ കൂട്ടുകാരോട് പറഞ്ഞ് അവരും പീഡിപ്പിച്ചു, കോച്ച് പീഡിപ്പിച്ചു. പിന്നെ സ്പോർട്സിൽ അവിടെ പ്രാക്ടീസ് ചെയ്യാൻ വരുന്ന എല്ലാ അത്ലറ്റുകളും പീഡിപ്പിച്ചു. 59 പേര് പീഡിപ്പിച്ചു 4 വർഷം. ഒടുവിൽ അതിന് രോഗിയായപ്പോഴാണ് പരാതി കൊടുത്തിട്ട് അന്വേഷണം നടത്തി 57 പേരെ അറസ്റ്റൊക്കെ ചെയ്തു. 2 പേര് ഒളിവിൽ പോയി. ഈ അറസ്റ്റ് ചെയ്തിട്ട് കഴിയുമ്പോഴത്തേന് ഈ കേസ് ഒതുക്കണ്ടേ? വെച്ചാൽ ഈ 59 പേരിൽ രാഷ്ട്രീയക്കാർ കാണും, മുതലാളിമാർ കാണും, പാർട്ടിക്കാർ കാണും, മതക്കാർ കാണും. ഈ 4-5 കൂട്ടത്തിലുള്ളവരുടെ ഇൻഫ്ലുവൻസ്, അവരുടെ സമ്മർദ്ദം പണപരമായിട്ടും അല്ലാതെ കേസ് ഒതുക്കണം. അപ്പോൾ കേസ് ഒതുക്കാനുള്ള ഏറ്റവും നല്ല തന്ത്രം എന്താണെന്ന് സാധാരണ ജനങ്ങൾക്ക് അറിയത്തില്ല. അതാണ് ഒരു SIT ഫോം ചെയ്യുക. SIT ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും അറിയത്തില്ല, ആരും അന്വേഷിക്കുന്നത്, ആരും പോയി ചോദിക്കാറുമില്ല. ചാനലുകൾക്കൊക്കെ പൈസ ഇഷ്ടം പോലെ കിട്ടുക.
അപ്പം അതുപോലെ പീഡനം വല്ലതും നടന്നിട്ടുണ്ടോ ഇവിടെ? ഈ സ്ത്രീയുടെ മേലെ 50-60 ആൾക്കാരൊന്നും ചെയ്തില്ലല്ലോ. പണ്ട് സൂര്യനെല്ലി കേസിൽ PJ കുര്യന് സഹിതം 15-20 പേരാ പീഡിപ്പിച്ച്. അതിലെ യഥാർത്ഥ പീഡനക്കാരൻ PJ കുര്യനായിരുന്നു. അവനെ പിടിച്ചോ? പിടിച്ചില്ല. കാരണം അയാൾക്ക് അതിനുള്ള സ്വാധീനം ഉള്ളത് കൊണ്ട് അത് തേച്ച് മായ്ച്ച് കളയുന്ന പോലെ അതിന് സാക്ഷികളെ ഉണ്ടാക്കാൻ അയാൾക്ക് പറ്റി. അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ഇടുന്നുണ്ട്, ഉമ്മൻചാണ്ടിയെ പറ്റിയിട്ട്. അപ്പോൾ ഇങ്ങനെ പീഡനങ്ങളും അതിപീഡനങ്ങളും ബലാത്സംഗങ്ങളും എല്ലാം നടക്കുന്നതൊക്കെ തേഞ്ഞു മാഞ്ഞു പോവുക. ഇവിടെ ബലാത്സംഗം ഒന്നും നടന്നില്ല. സാധാരണഗതിയിൽ എല്ലായിടത്തും നടക്കുന്നു, എല്ലാവരും ചെയ്യുന്നു. എല്ലാവരും ഉദ്ദേശിക്കുന്ന ഞാൻ 95% ആൾക്കാരും ഏത് പെണ്ണുങ്ങളെ കണ്ടാലും ഒന്ന് സൗന്ദര്യമുള്ളവരാണെന്ന് കിട്ടിയാൽ പോകുന്നതാണ്. കിട്ടുന്നില്ല, കിട്ടാനുള്ള ആമ്പയർ അവർക്ക് ഇല്ലാത്തതുകൊണ്ട് കിട്ടുന്നില്ല. കിട്ടുന്നവർക്കുണ്ട്. ഇപ്പോൾ സിനിമാ മേഖലകളിൽ കാണത്തില്ലേ, കാസ്റ്റിംഗ് കൗച്ച് എന്നൊക്കെ പറഞ്ഞു, അവിടെ എല്ലാ നടികളും പറയുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ പീഡനമുണ്ട്. എന്നിട്ട് എന്തായി? ഹേമ കമ്മിറ്റിയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ ഭാഗങ്ങൾ ഒഴിവാക്കിയില്ല. എങ്ങനെ ഒഴിവാക്കി? മന്ത്രി സജി ചെറിയാനും കാഴ്ചവെച്ചു. അപ്പം സംഗതികൾ പുറത്തു വന്നില്ല. ഇപ്പം ആർക്കും ഒരു സുഖമില്ലല്ലോ. ഇപ്പം ഇത് ഇവരെ മമ്മൂട്ടി അറസ്റ്റ് ചെയ്യും, മോഹൻലാലുണ്ട്, ദിലീപുണ്ട്, മറ്റവരുണ്ട്, മറിച്ചവരുണ്ട്, ഇപ്പം എല്ലാവരും ശരിയാക്കും എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ പത്രമാധ്യമങ്ങളും കുറേ മറ്റേ സദാചാര പോലീസുകാരൊക്കെ ഇറങ്ങിയായിരുന്നു. എന്നിട്ട് വല്ലതും നടന്നോ? ഒന്നും നടക്കുകയില്ല. അതായത് സമ്മർദ്ദതന്ത്രങ്ങളുള്ള വലിയ സമുദായത്തിലെ വലിയ പുള്ളികൾ പണവും പ്രതാപവും അധികാരവും ഉണ്ടെങ്കിൽ അവർ ചെയ്യും. അതിനെതിരെ ഒരു ചുക്കും ചെയ്യാൻ ഇവിടുത്തെ വനിതകൾക്കോ വനിതാ കമ്മീഷനോ സാധ്യമല്ല. നമ്മുടെ ഗണേഷ് കുമാറാണ് 1-ാം നമ്പർ പീഡകൻ. അവന് മന്ത്രിസ്ഥാനം കിട്ടിയപ്പോൾ അവൻ പറഞ്ഞ സാംസ്കാരിക മന്ത്രി വേണമെന്ന്. എന്താണെന്നറിയാം? സിനിമാ നടികളെ പിടിക്കാൻ വേണ്ടിയിട്ട്. അവനെ ഏത് പ്രദേശത്ത് ചെന്നാലും ആ ഭാഗത്തു നിന്നുള്ളൊരു നടി സിനിമയിലുണ്ടെങ്കിൽ ചെന്ന് കണ്ടില്ല പിന്നെ പിടിച്ച് തെറി പറയും. നീ എന്താടി എന്നെ കാണാൻ വരാതിരുന്നതെന്ന് ചോദിച്ചു. അതാണ് നമ്മുടെ മന്ത്രിയുടെ സംസ്കാരം. അപ്പം അതേപോലുള്ള മുകേഷ് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ എത്ര പേരുണ്ട്? കടകംപള്ളി സുരേന്ദ്രൻ, ഇവർക്കെല്ലാം എതിരെ പരാതി വന്നതാണ്. അപ്പോൾ അവിടെയൊക്കെ അവർക്കൊക്കെ നാട്ടിൽ നിൽക്കാൻ, പാർട്ടിയിൽ നിൽക്കാനുള്ള അഭിമാനം ഉണ്ടെങ്കിൽ മാങ്കൂട്ടത്തിനെ എന്തുകൊണ്ടാണ് അവനെ ഒരു സ്ഥലത്തും കയറ്റാൻ കൊള്ളില്ലാത്തവനെന്ന് പറയുന്നത്? ഇനി മാങ്കൂട്ടത്തിൻ്റെ ഇതുവരെ നേരത്തെ വന്നതനുസരിച്ച് അയാൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ല, ഒരു നീതിയുടെ ന്യായത്തിൻ്റെ മുമ്പിൽ. പക്ഷേ ഇപ്പം ബാംഗ്ലൂരിൽ നിന്നൊരു പരാതി വന്ന് ബലാത്സംഗം ചെയ്തു എന്നാണ് വരുന്നത്. അതിന് തെളിവുണ്ടെങ്കിൽ അത് കുറ്റകൃത്യമായിട്ടെടുക്കാം. അല്ലാതെ ഉഭയസമ്മതപ്രകാരം ഭർത്താവിനെ വഞ്ചിച്ച് പോകുന്ന സ്ത്രീ ഇടപെട്ടിട്ട് ഗർഭം ഇന്നവൻ്റെ ആണെന്നങ്ങ് പറഞ്ഞാൽ ശരിയാവും? പറഞ്ഞതിന് തെളിവ് വേണ്ട. ഗർഭത്തിൻ്റെ ആ DNA എടുത്തോ ഫൂട്ടസിൻ്റെ? ഇല്ലല്ലോ. അപ്പം ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഈ സെക്സ് പൂളിൽ കിടക്കുന്ന മലയാളികൾക്ക് പറ്റും. എന്നുവെച്ചാൽ മലയാളികൾ മൊത്തത്തിൽ സെക്സ് പൂളിലാണ്. എന്നുവെച്ചാൽ ഈ സെസ് പൂൾ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് സെപ്റ്റിക് ടാങ്ക് പോലത്തെ ഇങ്ങനെ വേസ്റ്റുകൾ മാലിന്യങ്ങളെല്ലാം കൊണ്ടുപോയി ഇടുന്നതിന് സെസ് പൂൾ എന്ന് പറയും. ഇവിടെ സെക്സ് പൂളാണ്. സെക്സ് ദാരിദ്ര്യം പിടിച്ചു വരും. കാരണം ലക്ഷക്കണക്കിന് മലയാളികളാണ് കേരളത്തിന് പുറത്തും ഇന്ത്യയിലും വിദേശത്തുമായിട്ട് ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്നത്, സ്ത്രീകളും പുരുഷന്മാരും. ഇവർ കുറേ പേര് ഗൾഫിലൊക്കെ ഉള്ളവർക്കൊക്കെ കൂടുതലും മാനേജ് ചെയ്യാൻ പറ്റും. അവിടെയുള്ള ഈ വേലക്കാരികളാണെന്നും പറഞ്ഞ് വേലയ്ക്ക് പോകുന്ന പെണ്ണുങ്ങളെല്ലാം ചെയ്യുന്ന പണി അവിടെയുള്ള മലയാളികൾക്ക് സർവീസ് കൊടുക്കുക എന്നുള്ളതാണ്. അതേപോലെ സ്ത്രീകൾ പുറത്തുള്ള ഇവിടെ അവരുടെ ഭർത്താവോ ഭാര്യയോ ഉണ്ട്, അവർക്കും ദാരിദ്ര്യമുണ്ട്. ഈ ദാരിദ്ര്യം പിടിച്ചപ്പോൾ പണ്ട് കൊച്ചു പുസ്തകമോ അല്ലെങ്കിൽ നീലച്ചിത്രം കാണുന്ന പോലെ ഇത്തരം വാർത്തകൾ കേട്ടാൽ ഒരു ഹരമാണ്. ആരെയിലൊക്കെ ചൂടാക്കി വിടാനുണ്ടെങ്കിൽ ആ ഹരത്തിൻ്റെ കൂടെ അങ്ങനെ അങ്ങ് നീന്തി തുടിക്കുന്ന സ്വഭാവം മലയാളികൾ. അല്ലാതെ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള യാതൊരു കാര്യവും ഇവിടെ സംഭവിച്ചിട്ടില്ല. പിന്നെ ഇതിനെ ആഘോഷിക്കാൻ, ഇതിനെ ഹൈ പിച്ച് നിർത്താൻ കുറേ പേര് പണമോ അല്ലെ സ്വാധീനം ഉപയോഗിച്ച് മെനക്കെടുന്നുണ്ടെന്നുള്ളതേ ഉള്ളൂ. ഇതിൽ പിണറായി വിജയനെ ഞാൻ കുറ്റം പറയാം. പിണറായി വിജയനേക്കാളും കൂടുതൽ താല്പര്യം കോൺഗ്രസ്സിലുള്ളവർക്കാണ്. പിന്നെ പിണറായി വിജയന് മോദിയെ അധികാരത്തിൽ നിലനിർത്താവുന്ന കേരളത്തിലും കേന്ദ്രത്തിലും കോൺഗ്രസ് അച്ചാരം കൊടുത്തിരിക്കുന്നു. കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധി അനങ്ങത്തില്ല. ഈ പുറമേയുള്ള ഒച്ചപ്പാടേ ഉള്ളൂ. അയാൾ 2016 തന്നെ പോയിട്ട് മോദിയായിട്ടൊരു ഡീല് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. വാദ്രേനെയും കുടുംബത്തെയും വെറുതെ വിട്ടേക്കണം. മുലായം സിംഗ് യാദവ് അങ്ങനെ ഡീലടിച്ചിട്ടുണ്ട്. മമതാ ബാനർജിയും ഡീലടിച്ചിട്ടുണ്ട്. ഈ ഡീലൊക്കെ ഉള്ളത് കൊണ്ടല്ലേ ഇവരൊക്കെ കസത്താൽ ഇവർ ഇലക്ഷൻ വന്ന് മോദിക്ക് മജോറിറ്റിയിൽ ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യും. ഈ കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴും മമത മോദിയുടെ സൈഡാണ് നിന്നത്.
എന്നുവെച്ചാൽ മോദിയുടെ മമതാ ബാനർജിയുടെ അഴിമതികൾ അങ്ങനെ ഒന്നുകൂടി കക്ഷത്തിൽ ഇങ്ങനെ വെച്ചിരിക്കുക മോദി. മമത അധികം ചാടി സപ്പോർട്ട് ചെയ്തില്ലേ പിടിച്ചൊരു ഒറ്റപ്പൂട്ട് കേജ്രിവാളിനെ പൂട്ടി. കേജ്രിവാൾ ആ മാത്രം മോദിയുടെ ഇതിൽ ഒതുങ്ങാതിരുന്നുള്ളൂ, അതുകൊണ്ട് പൂട്ടി ജയിലിലുണ്ട്. മറ്റൊരു പിണറായി വിജയനൊക്കെ ജയിലിൽ പോകാൻ കിടക്കുന്ന പിണറായി വിജയനൊക്കെ മോദിയുടെ BJPനെയും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ഇത് ഇവിടെ ഞാൻ സ്വർണ്ണക്കടത്ത് തുടങ്ങിയ ആദ്യത്തെ ആഴ്ച കസ്റ്റംസ് പിടിച്ചപ്പോൾ ഞാൻ പറഞ്ഞ പിണറായി BJP ഒത്തുകൊണ്ടുള്ള കളിയാണ്. കാരണം അന്ന് ഇത് പിടിച്ച കസ്റ്റംസിലെ 19 ഉദ്യോഗസ്ഥരാണ് ഒറ്റയടിക്ക് ട്രാൻസ്ഫർ ചെയ്തത്, അതും മേഘാലയ സ്ഥലയ്ക്ക്. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിണറായിക്കെതിരെ കളിക്കരുത് എന്നുള്ളൊരു സൂചനയായിരുന്നു, പിണറായിയുടെ പിടിപാടായിരുന്നു BJP. അത് ഇവിടുത്തെ ഓരോരുത്തർക്കും മനസ്സിലായത്. ഇവരിവിടെ കിടന്ന് ഭയങ്കര ഒച്ചപ്പാടുണ്ടാക്കും. പിണറായി നാളെ അറസ്റ്റ് ചെയ്യും, മറ്റന്നാൾ അറസ്റ്റ് ചെയ്യും, അടുത്തയാഴ്ച പിണറായി, അതിന് പിന്നത്തെ ആഴ്ച വീണ വിജയൻ. ഇവരെയൊക്കെ അറസ്റ്റ് പലതവണ നമ്മുടെ പല ചാനലുകാരും, നമ്മുടെ പ്രതിപക്ഷം എന്നും പറഞ്ഞിട്ട് ഷാജഹാൻ എന്ന് ഇവരെ അറസ്റ്റ് ചെയ്താൽ ഇപ്പം ചെയ്യും. ഇപ്പോഴാണ് ED വന്ന് ഇപ്പം നോട്ടീസ് കൊടുത്തു, ഇപ്പം പിണറായി പിടിച്ചോണ്ട് പോകുന്നവർ. ഇതൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാവുന്നേ ഉള്ളൂ. ഇവിടെ പിണറായിയുടെ കക്ഷത്തിലാണ് VD സതീശൻ്റെയും പല നേതാക്കന്മാരുടെയും തലയിരിക്കുന്നത്. അതേപോലെ BJPയുടെ മോദിയുടെ കക്ഷത്തിലാണ് VDയുടെ ഒക്കെ തല. എന്നുവെച്ചാൽ ഈ പ്രളയം ഉണ്ടായപ്പോൾ കുറെ പണം കൊണ്ടുവന്ന് ഇവരൊക്കെ തിരിമറി ചെയ്തിട്ടുണ്ട്, ഫോറിൻ ഫണ്ട്. അതിൻ്റെയൊക്കെ ഉള്ളത് കൊണ്ട് അവരെ ജയിപ്പിക്കാവുന്നൊരു കരാറുണ്ട്. ആരും അറിയാത്ത കരാർ നമ്മുടെ BJPയും പിണറായി ആയിട്ടുണ്ടായിരുന്ന പോലെ പിണറായിയും സതീശനുമായിട്ടുണ്ട്. ഇത് നിലമ്പൂർ ഇലക്ഷൻ ഞാനന്ന് പറഞ്ഞതാണ്. VD സതീശൻ അന്ന് അൻവറിനെ അടുപ്പിക്കാണ്ടിരുന്നത് പിണറായിയുടെ പാർട്ടി അപ്പം ജയിക്കാൻ വേണ്ടിയായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി മുസ്ലിം ലീഗ് കട്ടയ്ക്ക് പിടിച്ചുകൊണ്ടാണ് നമ്മുടെ ആര്യാട് മോഹൻ്റെ മകൻ ജയിച്ചത്. പുതിയൊരു പെണ്ണൊരു പരാതി പറഞ്ഞിരിക്കുന്നത് ഡൽഹിക്ക് പോയപ്പോൾ കൂടെ പോരുന്നു എന്ന് ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കാത്ത ആരുടെ ആരും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർ ഒന്നിച്ചൊരു പ്രദേശത്ത് പോവുകയാണെങ്കിൽ നമ്മുടെയൊക്കെ ഓഫീസിൽ എല്ലാവരും തന്നെ ഒന്നിച്ചാണ് പോകുന്നത്, ട്രെയിനിലായാലും പ്ലെയിനിലായാലും. അപ്പം കൂടെ ഒരാൾ വരുന്നില്ലെങ്കിൽ അത് നാച്ചുറലായിട്ട് ചോദിക്കുന്നത്, അതൊരു ഹരാസ്മെൻ്റ് ആകുന്നത് എങ്ങനെയാണ്? കൂടെ യാത്രയ്ക്ക് പോകുമ്പോൾ എല്ലാണ്ടും ഒരു കൂട്ടർ ഒരു സ്ഥലത്തോട്ട് പോവുക, ഡൽഹിക്കോ പഞ്ചാബിനോ എവിടെയും. അങ്ങനെ എത്രയോ ടൂർ പാക്കേജ് കൊടുക്കുന്നവർ എത്രയോ പേര് ഒന്നിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഓരോരുത്തരും അവരവരുടെ സുഹൃത്തുക്കളെ കോണ്ടാക്ട് ചെയ്യണം, നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ കൂടെ യാത്രയ്ക്ക് പോകുമ്പം പോരുന്നോ എന്ന് ചോദിച്ചാൽ അത് ഉടനെ സെക്സ് ചെയ്യാനാണെന്ന് വിചാരിച്ച് അവളുണ്ടല്ലോ, അവളുടെ മുഖം കണ്ട ആരും അവളുടെ കൂടെ പോകത്തില്ലെന്ന് അറിയാം. അപ്പം മാങ്കൂട്ടം അങ്ങനെ വിളിച്ച് മാങ്കൂട്ടം അടുക്കാണ്ടിരുന്നുകൊണ്ടുള്ള സങ്കടമാണ്. പിന്നെ പെണ്ണുങ്ങൾക്ക് വേറൊരു മനഃശാസ്ത്രമുണ്ട്. അവരുമായിട്ട് അടുപ്പത്തിലുള്ള പുരുഷന്മാർ വേറെ ഏതെങ്കിലും സ്ത്രീകളുമായിട്ട് അടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവർ ഭയങ്കര ശത്രുതയാവും. അത് കാമുകിയാണേലും അല്ലാത്തതാണേലും, അല്ലാത്ത പെണ്ണുങ്ങളാണ്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ പെണ്ണുങ്ങളൊക്കെ ഇപ്പോൾ പരാതി കൊടുക്കുന്നവർക്കൊക്കെ മനസ്സിലായി ഇവരിപ്പോൾ സിനിമാ നടികളുടെ പുറകെയാണ്. അതുകൊണ്ടാണ് ഇവരിപ്പോൾ എല്ലാവരും മാളത്തിന് പുറത്തോട്ട് വരുന്നത്. സ്ത്രീകൾക്ക് അമിത സ്വാതന്ത്ര്യം കിട്ടിക്കൊണ്ടിരിക്കുന്നതിന് അനുസരിച്ചാണ് ഇങ്ങനെ കൂടുതൽ കഥകൾ, പീഡനങ്ങൾ പുറത്തു വരുന്നത്. പീഡനങ്ങൾ പണ്ടേ നടക്കുന്നത്, അതാണ് അനാദികാലം മുതലേ. ആയിരക്കണക്കിന് വർഷങ്ങൾ മുമ്പായാലും രാജാക്കന്മാരും ഇവിടുത്തെ തന്നെ തിരുവിതാംകൂറിലെ രാജാവൊക്കെ വഴിക്ക് നടന്നു പോകുന്ന ഈ രാജാക്കന്മാർ പോകുന്നുണ്ട്, പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അവരോട് കൊട്ടാരത്തിലോട്ട് ചെല്ലാൻ പറയും. ഇതായിരുന്നു പഴയകാലത്തെ അവസ്ഥ. അപ്പം ഇവർക്ക് അമിത സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് കണ്ടമാനം ഇവർ സോഷ്യലൈസ് ചെയ്യുന്നു. പഴയ കാലത്ത് ഇവരെ പെരയ്ക്കകത്ത് മാത്രമായിരുന്നു. ഇപ്പം മുസ്ലിം സമുദായത്തിൽ നോക്കാം, അവർക്ക് പർദ്ദയിട്ടേ നടക്കത്തുള്ളൂ. അപ്പം അതുപോലൊരു സിസ്റ്റം ഇനി വന്നാലേ പുരുഷന്മാർക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എല്ലാവരും വ്യക്തിവൈരാഗ്യം തീർക്കുന്ന ഏതെങ്കിലും ഒരു ഇരയെ പിടിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടായിരിക്കും. അപ്പോൾ ഈ ഇസ്ലാം ഭരണം വന്നാൽ എല്ലായിടത്തും പർദ്ദയും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ ഈ സ്ത്രീകളും അടങ്ങും. അല്ലെങ്കിൽ ഇതേപോലുള്ള ചില വിഷം ഓരോ തുള്ളി എവിടെയെങ്കിലും ഒന്ന് വീണാൽ മതി, ആ ജലം മുഴുവൻ മലിനമാക്കുന്ന പോലെ സമൂഹത്തെ മലിനമാക്കി സെസ്പൂളാക്കിക്കൊണ്ടിരിക്കുക. സെക്സ് പൂളിൽ നിന്ന് സെസ്പൂളിലേക്ക്. മുസ്ലിം രാജ്യങ്ങളിൽ ഇങ്ങനത്തെ പരാതികളൊന്നും അധികം വരുന്നില്ല, പീഡനങ്ങൾ. കാരണം അവിടെ സ്ത്രീകളെ നിർത്തേണ്ട സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ സ്ത്രീകൾ കൂടുതലാണ്. ഇപ്പോൾ പലർക്കും കല്യാണം കഴിക്കേണ്ട, അവരൊക്കെ പല പുരുഷന്മാരുമായിട്ടാണ് അവർക്ക് ഇപ്പോൾ സ്കൂൾ തൊട്ടേ ബന്ധം. ഇപ്പോൾ ഒരു പുതിയ റിപ്പോർട്ട് ഇന്നലെ വന്നിരിക്കുന്ന 50 ഗർഭചിത്ര ആവറേജ് കൊച്ചിയിൽ ഒരു ദിവസം നടക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ കേരളത്തിലെ ആവറേജ് 15 ജില്ലകളുടെ കൂട്ടിക്കും 50 പേരും ഇല്ലെങ്കിൽ 10 വീതം എടുത്താലും 14 ജില്ലയിലെ 140ആയി. കൊച്ചിയിലെ 50 കൊടുക്കും 190, 200 എണ്ണം. 200 വെച്ച് 360 ദിവസം നടക്കുന്ന എത്രയോ? ലക്ഷക്കണക്കിന് നടക്കുന്ന ഗർഭചിത്രത്തിൽ
വിവാഹിതരായിട്ടുള്ളവരുടെ ഒരു 5% കാണും. ബാക്കി 95% വിവാഹിതരാകാത്തവരാണ്. അപ്പോൾ ഈ വിവാഹിതരാകാത്ത ഈ പെൺകുട്ടികൾക്കൊന്നും യാതൊരു മടിയുമില്ല ഇപ്പോൾ സെക്സിന് പോകുന്നത്. ഇപ്പോൾ സ്കൂൾ കുട്ടികൾ പോലും ഇതാ ചെയ്യുന്നത്. സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് അർബൻ ഏരിയയിൽ നിന്ന് ഒരൊറ്റ കാണത്തില്ല ലൈംഗികമായി ബന്ധപ്പെടാതെ പുറത്തു വരുന്നത്. കോളേജിൽ ചെന്ന് കഴിയുമ്പോൾ അത് കൂടി. ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ആ ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഫ്രണ്ടിൽ നാട്ടുകാരുമായിട്ട് പോലും അവിടെ അടി നടന്നു. അതായത് ബസ് സ്റ്റോപ്പ് വന്നിരുന്ന അവിടെയും സെക്സ് ചെയ്യാനുള്ള പരിപാടികൾ പകൽ. അപ്പം ആ കാലഘട്ടത്തിലോട്ട് പോയി പെണ്ണുങ്ങൾക്ക് കല്യാണവും കഴിക്കണ്ട. അതുകൊണ്ട് ഇപ്പോൾ പുരുഷന്മാർ എത്രയോ ലക്ഷക്കണക്കിനാണ് കെട്ടാതെ നിൽക്കുന്നത് ഓരോ മതങ്ങളിൽ. എന്നുവെച്ചാൽ അവർക്ക് സ്ത്രീകൾക്ക് കല്യാണം വേണ്ട, അവരുടെ ആവശ്യങ്ങളെല്ലാം നടക്കട്ടെ, അങ്ങനെ പോട്ടെ. ഇവർ പരാതി കൊണ്ട് പിന്നെ വന്നേക്കുന്നത്. കെട്ടാനായിട്ട് അവൻ വാഗ്ദാനം ചെയ്തു, എന്നിട്ട് കെട്ടിയില്ല, കെട്ടാമെന്ന് വാഗ്ദാനം ചെയ്തപ്പോൾ ഞാനങ്ങ് കിടന്നു എന്നും പറഞ്ഞു. ഈ കല്യാണം കഴിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ വാഗ്ദാനത്തിന് പുറത്ത് എന്തിനാ ചെയ്യാൻ പോകുന്നു? അപ്പം ഇതെല്ലാം സ്ത്രീകൾക്കുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ കുഴപ്പമാണ്. ഇപ്പോൾ പെൺകുട്ടികളുടെ രീതിയൊക്കെ മാറി. ഭർത്താവാകേണ്ടുന്ന ആളെ ഇപ്പോൾ തിരഞ്ഞെടുക്കുന്ന ഒരു ട്രയൽ റണ്ണൊക്കെ ചെയ്തതിന് ശേഷമാണ്. ഒരു 2 കൊല്ലം മുമ്പ് കോഴിക്കോട് NITയിൽ MTech വിദ്യാർത്ഥിനിയെ തീവണ്ടി യാത്രയിൽ കാമുകനായ അവിടുത്തെ തന്നെ ഒരു പ്രൊഫസർ തള്ളിയിട്ട് കൊലപ്പെടുത്തിയത് നമ്മളെല്ലാവരും അറിഞ്ഞു. അതിന് കാരണം എന്തുവാ? ഈ കുട്ടി ഈ അധ്യാപകൻ കൂടാതെ വേറെ 2 കാമുകന്മാരും അവൾക്കുണ്ടായിരുന്നു. അപ്പോൾ ഇവരെയൊക്കെ ട്രയൽ റൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇയാളെ വേണ്ടെന്ന് വെച്ചു. അപ്പോൾ ആ വൈരാഗ്യത്തിന് 2 പേരും തിരുവനന്തപുരംകാരായിരുന്നു. ഇവിടുന്ന് തിരിച്ച് NITയിലേക്കുള്ള യാത്രാമധ്യേ തീവണ്ടിയിൽ നിന്ന് പാതിരാത്രി കഴിഞ്ഞ് താഴോട്ട് തള്ളിവിട്ടു. എന്നിട്ട് ഇയാൾ തന്നെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ പോലീസിന് റിപ്പോർട്ട് ചെയ്തു, കൂടെ വന്ന പാസഞ്ചറിനെ കാണുന്നില്ലെന്ന്. ഇതുപോലെ 1 ഡസൻ കേസുകളിലും എനിക്കറിയാവുന്നതുണ്ട്. അതായത് 3ഉം 4ഉം കാമുമാരെ സ്നേഹിച്ചിട്ട് അവരുമായിട്ടൊക്കെ ട്രയൽ റൺസൊക്കെ നടത്തി കഴിഞ്ഞിട്ട് 3 പേരെ തള്ളിക്കളയുക. ഇങ്ങനെ കൊല്ലപ്പെട്ട അനവധി കേസുകൾ നമ്മുടെ കേരളത്തിൽ തന്നെയല്ല, രാജ്യമെമ്പാടുമുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾ എന്തുവാ ഈ തീവണ്ടിയിലൊക്കെ കാട്ടിക്കൂട്ടുന്നതെന്ന് ഏതെങ്കിലും മാതാപിതാക്കൾക്ക് അറിയാമോ? പിള്ളേരെ കർണാടകയിലോട്ടും തമിഴ്നാട്ടിലോട്ടും ആന്ധ്രയിലോട്ടൊക്കെ പഠിക്കാൻ വിടും. അവിടെ ചെല്ലുമ്പോൾ അവിടുന്ന് മലയാളികളായിട്ടുള്ള ആണുങ്ങളുമുണ്ട് പെണ്ണുങ്ങളുമുണ്ട്. ഇവരൊക്കെ തിരിച്ചും ഇങ്ങോട്ട് വരുന്നതും അങ്ങോട്ട് പോകുന്നതും എല്ലാം തീവണ്ടികളിൽ പോലും അവർക്ക് ക്ഷമയില്ല. അവർ പഠിക്കുന്ന സ്ഥലത്തും അവർ അഴിഞ്ഞാടി നടക്കുകയായിരിക്കും. അതിന് പുറമെ ഈ തീവണ്ടി യാത്രയിലും ബർത്തി കിടന്നുകൊണ്ട് ലൈംഗിക ബന്ധത്തിലാണ് ഏർപ്പെടുന്നത്. അതുപോലെ ഈ ബാംഗ്ലൂരിലോട്ടൊക്കെ പോകുന്ന സ്ലീപ്പർ കോച്ചുകളിൽ എന്തോ നടക്കുന്നത്? എന്തെങ്കിലും ഒരു ദിവസമെങ്കിലും യാത്ര ചെയ്തിട്ടുള്ള ഏതെങ്കിലും മാതാപിതാക്കൾക്ക് സെൻസ് ഉണ്ടെങ്കിൽ പെൺകുട്ടികളെ അതിൻ്റെ അകത്ത് യാത്ര ചെയ്യാൻ അനുവദിക്കുമോ? പക്ഷേ ഒരു ബർത്തിൽ തന്നെ അപരിചിതരായിട്ടുള്ള ആൾക്കാരാണ് അവിടെ. ആണോ പെണ്ണൊന്നും തിരിച്ച് ബസ്സുകാർക്ക് അലോട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഈ സ്ത്രീകളുടെ വസ്ത്രധാരണത്തെപ്പറ്റി കഴിഞ്ഞ 50 വർഷത്തിൽ നിങ്ങളൊന്ന് വിലയിരുത്തും. ആദ്യകാലങ്ങളിലൊക്കെ സാരി ചുറ്റി മാറിടമൊക്കെ മറച്ച് സാരി ഇടുമായിരുന്നു. അത് കഴിഞ്ഞ് ചുരിദാർ വന്നപ്പം ചുനി കൊണ്ടും മാറിടം മറക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഈ സാരി ഇപ്പോൾ ഒരു 10-25 കൊല്ലം മുമ്പൊക്കെ ആയിട്ടാണ് സാരിയുടെ പകുതി 2 മാറിടം ഉള്ളതിൽ ഒരു ഭാഗം മാത്രമേ സാരി കൊണ്ട് മറക്കത്തുള്ളൂ, ബാക്കി ഭാഗം തുറന്ന് കാണിക്കും. ഇപ്പോൾ അതും പോയിട്ട് ബ്ലൗസ് തന്നെ കട്ട് ചെയ്യുന്ന മാറിടത്തിൻ്റെ ആ സെൻട്രൽ പോർഷനിലുള്ള ഒഴിച്ച് ബഡ് ഒഴിച്ച് ബാക്കി കാണാവുന്ന പോലെയാണ് കട്ട് ചെയ്യുന്നത്. അതുപോലെ ചുരിദാറിൻ്റെ കൂടെ ചുനി ഇടുന്ന സമ്പ്രദായമേ ഇപ്പം ഇല്ല. പിന്നെ താഴോട്ടുള്ള വസ്ത്രമാണല്ലോ കീറിയിടും. കീറിയിട്ട് കഴിഞ്ഞ് നടക്കുമ്പോഴൊക്കെ അവരുടെ പകുതി കാല് പുറത്ത് കാണണം. ഇങ്ങനെ ശരീരം മുഴുവൻ കാണിക്കുക എന്നുള്ളതാണ് സ്ത്രീകളുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. ഇതെന്തിനാ ശരീരം ഇങ്ങനെ കാണിക്കുന്നത്? ആർക്ക് വേണ്ടിയാ? ഇവർ മേക്കപ്പ് ചെയ്യുന്ന ആർക്ക് വേണ്ടിയാ? എല്ലാം പുരുഷന്മാരെ ആകർഷിക്കാൻ. അപ്പോൾ പുരുഷന്മാർ ആകർഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ അവർക്കിട്ട് പാര പണിയാൻ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ സ്ത്രീകളെ ഈ നിലയ്ക്ക് നിർത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്.